ശ്രീ സജിത് പരമേശ്വരൻ, ഇവിടെ ശ്രീ ഹാഷിം അരിയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കരിമണൽ കർത്ത അങ്ങ് പറഞ്ഞല്ലോ 2003 ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെപ്പറ്റി അങ്ങ് ലേഖനം എഴുതിയ കാര്യം പറഞ്ഞു. അത് തന്നെ സ്ഥിരീകരിക്കുകയാണ് ശ്രീ ഹാഷിം അരിയിൽ. ഈ അന്ന് മുതൽ ഇപ്പോഴും യാതൊരു തടസ്സവുമില്ലാതെ കരിമണൽ കർത്ത അവരുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. കേസൊക്കെ അതിൻ്റെ ഒരു വഴിക്ക് നടക്കും. പക്ഷേ ഇത്തരത്തിലുള്ള കരിമണൽ ഖനനവും രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ അവർ കൃത്യമായി ആർക്ക് പണം എത്തിക്കണമെന്ന് അവർക്കറിയാം. അത് കൃത്യമായി അവർ പല പേരുകളിൽ എത്തിക്കുന്നുമുണ്ട്. ഇവിടെ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളൊക്കെ സമ്മതിക്കുന്നുമുണ്ട്. അത് പണം വാങ്ങുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയും പറയുന്നത് കേട്ടു. അപ്പോൾ ഈ കരിമണൽ കർത്തയുടെ പ്രവർത്തനം അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം ഈ പ്രത്യേകിച്ചും ഈ മേഖലയിൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നം, അവിടെ ഈ പൊഴി തുറക്കുന്നതുമായിട്ടുള്ള പ്രശ്നം, അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെ തന്നെയല്ലേ ശ്രീ സജിത്ത്? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് നമ്മുടെ ഹാഷിം പറഞ്ഞ ഒരു കാര്യത്തിനൊരു മറുപടി പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് ഇപ്പോഴത്തെ ED റെയ്ഡ് മറ്റു കാര്യങ്ങൾ. പക്ഷേ ഹാഷിമിനോട് എനിക്ക് പറയാനുള്ളത്, പിണറായി വിജയനെതിരെ ED എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? മറ്റേതെങ്കിലും CPM നേതാവിനെതിരെ ഏതെങ്കിലും ആക്ഷൻ എടുത്തോ? ആക്ഷൻ ആർക്കെതിരെയാണ് എടുത്തത്? അത് വീണ വിജയനെതിരെയാണ് എടുത്തത്. അതിനെ ഒരു രാഷ്ട്രീയമായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെയും നടപടി വന്നിട്ടില്ല. ഇവിടെ കൃത്യമായ ഒരു ഫ്രോഡ് നടന്നിരിക്കുന്നു. അത് കണ്ടെത്തിയത് 2019 ഇൻകം ടാക്സ് ആണ്. അവർ നടത്തിയ അന്വേഷണത്തിലാണ് ആദ്യം കണ്ടെത്തിയത്. ചെലവ് എഴുതി വെച്ചിരിക്കുന്നു, ചെലവില്ലാതെ ചെലവ് എഴുതി വെച്ചിരിക്കുന്നു, പണം വെട്ടിച്ച കേസാണ്. തുടർന്ന് നടന്നിട്ടുള്ള എല്ലാം തന്നെ അതേ രീതിയിലുള്ള കാര്യങ്ങളാണ്. അന്നേരം ഡിബേറ്റ് തന്നെ നടന്നു. അതിനകത്തൊരു CPM പ്രതിനിധി ഉന്നയിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ തന്നെ കരിമണൽ കർത്തയുടെ CMRലും പിണറായി വിജയന്റെ മകൾ വീണയും തമ്മിലൊരു ഡീല് നടന്നതിന് നാട്ടുകാർക്ക് എന്താണ്, EDക്ക് എന്താണ് പ്രശ്നം? ഒരു കാര്യം നമ്മൾ വിചാരിച്ചിട്ട് CMR ഒരു പൊതുമേഖലാ സ്ഥാപനം പോലാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ 48.75% അതിന്റെ ഓഹരികൾ പൊതുജനങ്ങളുടേതാണ്. ബാക്കി 13.41% കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ലിമിറ്റഡിന്റെ കോർപ്പറേഷൻ. ഒന്ന് ആലോചിച്ച് നോക്കണം, 60% മേൽ ഓഹരി പൊതുജനങ്ങളുടെയും സർക്കാരിന്റെയും. അന്നേരം അവിടെ നടന്നിട്ടുള്ള ഒരു തിരിമറി ED അല്ലാതെ പിന്നെ ആരാണ് അന്വേഷിക്കുന്നത്? അത് 2019 കണ്ടെത്തിയ സംഭവം പിന്നീട് ഓപ്പൺ ചെയ്യുന്ന 2024 ഒരു മാധ്യമ വാർത്തയെ തുടർന്നാണ് അത് ഓപ്പൺ ആകുന്നത്. അത് ചെന്നിട്ട് ഷോൺ ജോർജ് കൊണ്ട് പരാതി കൊടുക്കുന്നത്. പിന്നീടാണ് ഇത് സംബന്ധിച്ചുള്ള സർവ്വ കാര്യങ്ങൾ പിന്നീടാണ് നടക്കുന്നത്. അന്നേരം ഇത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇത് മറ്റൊരു കാര്യം കൂടെ ഇതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ട ഒരു സംഭവം മുമ്പ് വിനോദ് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പം ഭരിക്കുന്ന കോൺഗ്രസ് ആണ്, VD സതീശനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ടായിരുന്നു, ഹരിത MLA എന്നറിയപ്പെടുന്ന, കേരളത്തിലെ ഹരിത വിഷയങ്ങൾക്ക് വേണ്ടി ചർച്ച നടത്തുകയും വാദിക്കുകയും ഒക്കെ ചെയ്ത ഒരു മനുഷ്യനാണ്. ഈ കഴിഞ്ഞ പ്രളയം, ഒരു 1.5 ആഴ്ച മുമ്പ് കേരളത്തിലുണ്ടായ പ്രളയം, നമ്മുടെ പമ്പാ നദിയിൽ നിന്നും വെള്ളം വലിയാനായിട്ട് ഒരുപാട് സമയമെടുത്തു. എന്താണ് കാരണം നമ്മുടെ തോട്ടപ്പള്ളി ഷട്ടർ, ശ്രീപത്മനാഭനൊക്കെ അറിയാവുന്ന കാര്യമാണ്. തോട്ടപ്പള്ളി ഷട്ടർ 37 ഷട്ടർ. എത്ര ഷട്ടർ തുറന്നു? എന്തേ ബാക്കി തുറക്കാത്തത്? ഷട്ടർ പൂർണ്ണമായിട്ട് തുറന്നു കഴിഞ്ഞാൽ കരിമണൽ മുഴുവൻ ഒഴുകിപ്പോകും. ആരാണ് ഭരിക്കുന്നത്? കോൺഗ്രസ് ആണ്. ഇപ്പോൾ കരിമണൽ കർത്തയ്ക്ക് ഇപ്പൊ കോൺഗ്രസ് എന്നോ CPM എന്നോ ഒന്നുമില്ല. കാരണം കർത്തയ്ക്ക് തന്നെ അറിയാം കർത്തയുടെ മേളിൽ പരുന്നും പരുക്കത്തില്ല. കാരണം അതുപോലെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവനാണ് കർത്ത. ഇതുവരെ അയാൾ കൺട്രോൾ ചെയ്ത് നിർത്തി. ഇതുവരെ ആരും കർത്തയ്ക്കെതിരെ വാളെടുത്തിട്ടില്ല, കർത്തയോടൊരക്ഷരം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ കർത്ത കുടുങ്ങി. തീർച്ചയായിട്ടും മുമ്പ് പറഞ്ഞ പോലെ ED അന്വേഷണത്തിൽ കൃത്യമായ രേഖകൾ കിട്ടുവാണെങ്കിൽ കർത്ത കുടുങ്ങും, അല്ലെങ്കിൽ വീണയെങ്കിലും കുടുങ്ങും. കാരണം ചെയ്തത് ചെയ്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല.
ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അന്നും ഭരിച്ചത് ഈ UDF-ഉം LDF-ഉമാണ്, ഇന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്നതും UDF-ഉം LDF-ഉമാണ്. ഇനി ഒരു മാറ്റം വന്നാലും ഇങ്ങനെയുള്ള വൻകിട ഭീമന്മാരുടെ അണ്ടറിലേക്കാണ് ആയിരിക്കും എല്ലാ ഭരണകർത്താക്കളും വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മാധ്യമങ്ങളെ അവർ വിലക്കി, രാഷ്ട്രീയ മേഖലയിലെ മറ്റ് അന്വേഷണ ഏജൻസികളെ എല്ലാം തന്നെ വിലക്കി. 2019 ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയിട്ട് പിന്നീട് പൊങ്ങുന്ന 2024 ഓർത്തോണം. ഏതാണ്ട് 5 വർഷത്തോളം സമയമെടുത്തു പിന്നീട് ഈ കേസ് ഒന്ന് പൊങ്ങാൻ വേണ്ടി. ഈ വന്നിരിക്കുന്ന ഗ്യാപ്പ് എന്താണ്? ഏതായാലും ഷോൺ ജോർജിന്റെ പരാതിയെ തുടർന്നാണല്ലോ ഈ പറയുന്ന മറ്റ് അന്വേഷണങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ കാരണവും എല്ലാം നടന്നിട്ടുള്ള അതിന് ശേഷമല്ലേ, ED അന്വേഷണം വന്നതിന് ശേഷമല്ലേ. ഇപ്പോഴ് ഈ സംഭവം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഇതിനൊരു വിഘ്നം ഉണ്ടാകില്ല. കാരണം റെയ്ഡ് നടന്ന കൃത്യമായ രേഖകൾ കിട്ടിയെങ്കിൽ മാത്രമേ അറസ്റ്റ് നടക്കുള്ളൂ. അല്ലെങ്കിൽ വീണയ്ക്ക് ഏതായാലും കുരുക്കാണെന്ന് തന്നെ പറയാം. പിന്നെ മുമ്പ് പറഞ്ഞ ഒരു കാര്യം കൂടെ, അതായത് ED നടത്തിയ റെയ്ഡില്, അതായത് മുഖ്യമന്ത്രിയുടെ വീട്ടില്, മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിട്ട് മാറിയ ശേഷം അദ്ദേഹത്തിന്റെ വാടക വീട്ടിൽ ED റെയ്ഡ് നടത്തിയ സാധനം. എങ്ങനെയാ വീണ ആ വീട്ടിൽ വന്നത്? പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ വീണ വരാനുള്ള കാരണം എന്താ? മകളാണ്, കാര്യമൊക്കെ ശരിയാണ്, കൊണ്ടപ്പാർപ്പിച്ചതാണ്. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കത്തില്ലെന്ന് ഉത്തമ വിശ്വാസത്തോടു കൂടി പിണറായി വിജയൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് വിജയനെ കൊണ്ട് അവിടെ താമസിപ്പിച്ചതാണ്. കാരണം അവിടെ റെയ്ഡ് നടക്കത്തുള്ളെന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ പ്രതീക്ഷ തെറ്റിപ്പോയി, അവിടെ റെയ്ഡ് നടന്നു. പിന്നെ തുടർന്ന് സംഭവിച്ചത് എന്താ? അതിന് പിന്നെ തടയിടാനായിട്ടാണ് ഈ പറയുന്ന ഒരു ഗുണ്ട പടകളെ തന്നെ കൊണ്ടുവന്ന് അവിടെ ചുറ്റിനും കൂട്ടിയത്. അകത്തേക്ക് കയറാൻ നോക്കില്ല. AK-47 പിടിച്ചുകൊണ്ട് ആൾക്കാർ ഇരിപ്പുണ്ട്. പുറത്തു നിന്നു അവരിറങ്ങി വന്നപ്പോൾ അവരെ ശരിക്കും കൈകാര്യം ചെയ്തില്ല. ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ കാറ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നുകൂടെ കാണത്തില്ല. കാരണം അതുപോലെ ആ കാർ ഇടിച്ച് ചാച്ചൊരു പരുവാണ്. ആ കാറ് ഇതുവരെ ശരിയാക്കി കൊടുത്തിട്ടില്ലെന്ന് അറിയുന്നത്. മുമ്പ് പറഞ്ഞത് അങ്ങനെ കേട്ടു. കാരണം കാർ ഇതുവരെ ശരിയാക്കി കൊടുത്തിട്ടില്ലെന്ന് പറയും. കാരണം ഗുണ്ടായിസം കൊണ്ട് നേരിടും. അത് ശരിയല്ല. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഇത് പ്രതിപക്ഷത്തായാൽ ഞങ്ങളെ ആരും ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ. അതിനുശേഷം വന്ന് പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് നമ്മൾ കേട്ടു. എന്തൊരു ധിക്കാര ഭാവമായിരുന്നത്, എന്തൊരു ധിക്കാര ഭാവം. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹത്തോട് ഒരു ചോദ്യം ഒന്നും ചോദിച്ചില്ല. ചോദിച്ചത് മൊത്തം വീണ വിജയനോടാണ്. ഒരു CPM നേതാവിനെ ഇതിന്റെ പേര് ചോദ്യം ചെയ്തിട്ടില്ലായിരുന്നു അന്ന്. അതുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അന്നേരം പിന്നെ ഈ കരിമണൽ ഖനനത്തിന്റെ പേര് പറഞ്ഞിട്ട് ബോക്സൈറ്റ് ഖനനം കൊണ്ട് നമുക്ക് അതിനെ മൂടാൻ പറ്റില്ല. രണ്ടും തെറ്റാണ്. ഇപ്പം UDF അധികാരമേറ്റിട്ട് 3-4 മാസമായിരുന്നു. പക്ഷെ ഈ ബോക്സൈറ്റ് അവിടെ ഖനനം നടക്കുകയാണെങ്കിൽ അത് എന്ന് തുടങ്ങിയതായിരിക്കും അതിന്റെ പ്രാരംഭ നടപടികൾ? തീർച്ചയായിട്ടും അടുത്ത സർക്കാരിന്റെ കാലത്ത് തന്നെയായിരിക്കും അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിയത്. എന്നിട്ടാണല്ലോ ഇപ്പം ഖനനം നടക്കാൻ പറ്റുന്നത്. ഏതായാലും 1 വർഷം മുമ്പ് ആരംഭിച്ച ഈ പറയുന്ന ബോക്സൈറ്റ് ഖനനത്തിന്റെ നടപടികളായിരിക്കും ഇപ്പൊ അത് പ്രാവർത്തികമാകാനുള്ള കാരണം. അന്നേരം അതിനുള്ള ഒത്താശ ചെയ്ത് കൊടുത്തതും LDF-ന് വ്യക്തമായ പങ്ക് അതിന് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, ഇക്കാര്യത്തിലൊക്കെ കൃത്യമായ അന്വേഷണം, അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ മാത്രമേ ഏതൊക്കെ നേതാക്കൾക്ക് ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് കുറ്റപ്പെടുത്തുന്നവർ, ഇന്ന് LDF-നെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ UDF-ന്റെ നേതാക്കൾ, നാളെ അവർക്കെതിരെ അന്വേഷണം വരുമ്പോൾ ഇന്ന് LDF പറയുന്നത് പോലെ അവർ പറയും ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തന്നെ പറയും. അതാണ് അനുഭവം.